ഗൈസ്, ഞാനിപ്പോൾ ഷോപ്പിലെത്തി ഇക്ക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഷോപ്പ്, തൗഫി ബ്രൈഡൽ സ്റ്റുഡിയോ. ഇതിൽ ഒരുപാട് ബ്രൈഡലിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബ്രൈഡൽ സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെമി ബ്രൈഡൽ ഉണ്ട്, ബ്രൈഡൽ സെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സാരിയുടെ കൂടെ വെയർ ചെയ്യാനുള്ള നമ്മുടെ ആൻറ്റിക് ടൈപ്പ് ഇല്ലേ, അതുണ്ട്. ഇത് നമ്മുടെ ഹെവി ചോക്കർ സെറ്റാണ്. നമുക്ക് ഹെവി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, വെയർ ചെയ്യാൻ പറ്റുന്ന, ഇത് സാരിയുടെ കൂടെ നമ്മുടെ ഫാൻസി സാരിക്ക് നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് ചേരും. ആ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ. ഇതാണ് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ ടൈപ്പിലുള്ളതാണ്. നമുക്ക് കോൺട്രാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ പാലക്കാണ്, ഇത് റെൻറ്റ് പോയിട്ട് വന്നത് കേട്ടോ. സോ ഇതിൻ്റെ കളർ വന്നിട്ട് നമ്മുടെ ഗ്രീനാണ്, ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണും. പിന്നെ ഇതിൽ വന്നിട്ടുള്ളൊരു ഡിസൈൻ വന്നിട്ട് നമ്മുടെ പീക്കോക്കാണ് കേട്ടോ. ഇതാ പീക്കോക്കിൻ്റെ ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ലോങ് ചെയിനും അതുപോലെ തന്നെ ചെറിയൊരു ചിക്ക് സെറ്റുമാണ് ഇതിലുള്ളത്. ഗോൾഡും അതുപോലെ തന്നെ ചെറിയ വൈറ്റ് ബീഡ്സിലെ പണ്ടത്തെ പഞ്ചാരമുത്ത് എന്ന് പറയത്തില്ലേ, ആ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് സിമ്പിളായിട്ടും വെയർ ചെയ്യാം, സാരിയുടെ കൂടെ വെയർ ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഈ രണ്ട് സെറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ നമുക്ക് ഇതിൽ ഹാങ്ങിങ് വന്നിട്ട് അതായത് ഇതുപോലെ ജിമിക്ക പോലെയാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ കവറിങ് ഇല്ല, ഹാഫാണ്, സെമി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രീൻ്റെത് കേട്ടോ. ഇതിൻ്റെ ഇയറിങ്സും അതുപോലെ തന്നെയാണുള്ളത്. നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ദാ പീക്കോക്കാണ് കേട്ടോ. ഒരു പീക്കോക്ക് കളറാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ നെറ്റിച്ചുട്ട് വന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഹെഡിൽ സൈഡിൽ പാസ പോലെ നമുക്ക് ഫിക്സ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് വന്നിട്ട് നമ്മുടെ പീക്കോക്ക് കളറും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ. വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡൻ പ്ലേറ്റാണ് ഇതിൽ വരുന്നത്. ഗോൾഡൻ പ്ലേറ്റാണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഗോൾഡൻ പ്ലേറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ ഇതാ ഇയറിങ്സ് ചെറിയൊരു സിമ്പിൾ ഇയറിങ്സ് ആണ് കേട്ടോ. നമുക്ക് എന്താണ് ബ്രൈഡിന് യൂസ് ചെയ്യാതെ തന്നെ നോർമലായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതാ കണ്ടോ, നമുക്ക് നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. നെക്സ്റ്റ് വന്നിട്ട് ഇതും സാരിയുടെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വിക്ടോറിയ സെറ്റാണ്. കുറച്ച് റേറ്റ് കൂടുതലുള്ള ഒരു സെറ്റാണ് കേട്ടോ. ഇത് വന്നിട്ട് ചിക്ക് സെറ്റാണ്. നമുക്ക് ചെറുതായിട്ടൊക്കെ ചെറിയ ഫങ്ഷൻസിനോ അല്ലെങ്കിൽ ബ്രൈഡ്സ് മെയ്ഡൊക്കെ വരത്തില്ലേ, അവർക്കൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ചിക്ക് സെറ്റാണ് കേട്ടോ. ബ്രൈഡ്സിനാണെങ്കിലും യൂസ് ചെയ്യാം, ബ്രൈഡ്സ് മെയ്ഡ്, ഗസ്റ്റ് ലുക്ക്, അവർക്കൊക്കെ നമുക്ക് നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു മെറൂണും വൈറ്റും വരുന്ന ഒരു വിക്ടോറിയ സെറ്റാണ്. ഇത് സ്റ്റോൺ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. കണ്ടോ ഗൈസ്, ആ ഒരു ചിക്ക് സെറ്റ് ഞാനൊന്ന് വെയർ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓക്കെ. ഇത് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ബ്രൈഡ്സ് മെയ്ഡിനായാലും നമുക്ക് സാരിക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും ആ ഒരു ഭംഗിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വെയർ ചെയ്യാൻ പറ്റും. സാരിക്കും പറ്റും, നോർമൽ നമ്മുടെ ചെറിയ നമ്മുടെ പാർട്ടി വെയർ ഡ്രസ്സസ് ഇല്ലേ, അതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അടിപൊളി ഒരു ചിക്ക് സെറ്റാണിത്. അപ്പോൾ അടുത്തൊരു വിക്ടോറിയയുടെ വേറൊരു സെറ്റ്, ഒരു പ്രീമിയം ടച്ചുള്ള ഒരു എന്താണ് നമ്മുടെ ഗ്രേ ടൈപ്പിലുള്ള ഒരു കളർ വരുന്ന ഒരു ചെറിയൊരു ചോക്കർ. ഇതാണ് ആ ചോക്കർ. ഇതും നമ്മുടെ വിക്ടോറിയയിൽ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബീഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഷെയ്ഡാണ് വരുന്നത്. ഒരു നല്ല ഗ്രേയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു മൾട്ടിപ്പിൾ കളറാണൊക്കെയാണ് ഈ ഒരു ബീഡ്സ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഫുൾ വിക്ടോറിയ സ്റ്റോൺസ് ആണ്. ഇതിൻ്റെ ഇയറിങ്സ് എന്ന് പറഞ്ഞാലും കുറച്ച് പ്രീമിയം ആണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ നെറ്റിച്ചുട്ടിയും അങ്ങനെയാണ് വരുന്നത്. നമുക്കിത് ബ്രൈഡ്സിനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഫങ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലെഹങ്കയോ അല്ലെങ്കിൽ നല്ല
പാർട്ടി വെയേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് സ്യൂട്ടാവും ഈ ഒരു ചോക്കർ. നെക്സ്റ്റ് 2 ടൈപ്പ് നമുക്ക് ആൻറ്റിക് ജ്വല്ലറി കണ്ടാലോ. അപ്പോൾ ആൻറ്റിക് ജ്വല്ലറിയിൽ വരുന്നത് നമുക്ക് സാരിയുടെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന 2 ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു 2 ഷെയ്ഡും അതിൻ്റെ കളറും മോഡലും നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ഒന്ന് മൾട്ടി കളറാണ്. ഒന്ന് മിൻറ്റും അതുപോലെ തന്നെ പിങ്ക് കളറും വരുന്ന ഒരു അടിപൊളി ട്രഡീഷണൽ ലുക്ക് തരുന്ന നല്ല ഒരു ആൻറ്റിക് ജ്വല്ലറിയാണ് കേട്ടോ. ഇത് നമുക്ക് സാരിയുടെ കൂടെ വെയർ ചെയ്യാം, അതുപോലെ തന്നെ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സെക്കൻഡ് ലെയർ. അടുത്ത നമുക്ക് സെക്കൻഡ് വൺ കാണാം. ഇത് ഫുൾ ഗോൾഡും അതുപോലെ തന്നെ ലൈറ്റ് ഗോൾഡ് നമ്മുടെ ഒരു സ്റ്റോൺ വരുന്ന രീതിയിലുള്ള ഒരു ലെയറാണ് കേട്ടോ ഈ രണ്ടും. അപ്പോൾ നമുക്ക് രണ്ടും സാരിയുടെ കൂടെ വെയർ ചെയ്യാം, അതുപോലെ തന്നെ ബ്രൈഡ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു പ്രീമിയം കളക്ഷനിൽ വരുന്ന നമ്മുടെ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു ബ്രൈഡൽ സെറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ആ സെറ്റ്. നല്ല പ്രീമിയം ആണ്, അതുപോലെ തന്നെ നമുക്ക് ബ്രൈഡ്സിന് യൂസ് ചെയ്യാൻ പറ്റും. കോൺട്രാസ്റ്റായിട്ട് സാരിക്ക് വേണമെങ്കിലും ലെഹങ്കയ്ക്ക് വേണമെങ്കിലും അറബിക് ഗൗണിന് വേണമെങ്കിലും ബോൾഗാട്ടി ഗൗണിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു കളറും അതുപോലെ തന്നെ ഷെയ്ഡും. അതുപോലെ ഇതിൻ്റെ സ്റ്റോൺസ് കണ്ടോ, ഇതിൻ്റെ വർക്ക്, ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് ലെയറാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഒരു സെറ്റാണിത്. ഇത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള നമ്മുടെ ചോക്കർ സെറ്റാണ്. ചിക്കല്ല, ചോക്കർ സെറ്റാണ്. അതിൻ്റെ കൂടെ ഇതിന് രണ്ടിനും സെപ്പറേറ്റഡ് തന്നെ നമുക്ക് ഇയറിങ്സും ഉണ്ട്, അതുപോലെ തന്നെ മാട്ടിയും ഉണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഡേ വേറൊരു വീഡിയോയിൽ ബാക്കി കളക്ഷൻസ് കാണിക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.